നമ്മളിനി പോകുന്ന കൊല്ലത്തേക്കാണ്. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കൊല്ലത്ത് എവിടെയാണ് അരുൺ ഇപ്പോൾ ഉള്ളത്? എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് താമരക്കുളം ഡിവിഷനിലാണ്. അവിടെ ഗ്ലാമർ പോരാട്ടം, കൊല്ലം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് കൊല്ലം കോർപ്പറേഷൻ. കൊല്ലം കോർപ്പറേഷനിലെ താമരക്കുളത്താണ് UDFന്റെ മേയർ കാൻഡിഡേറ്റ് അടക്കമുള്ളത്. അവിടെ BJP ഇത്തവണ പരീക്ഷിക്കുന്നത് യുവമോർച്ചയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന പ്രണവ് താമരക്കുളത്തെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ കോമ്പറ്റീഷനും വാദപ്രതിവാദങ്ങളും അടക്കം നടന്ന താമരക്കുളം മണ്ഡലം ഡിവിഷൻ കഴിഞ്ഞ തവണ മുൻ മേയറുടെ ഡിവിഷൻ കൂടിയാണ്. അതുകൊണ്ട് ആരാണ് ഇവിടെ വിജയിക്കുക എന്നുള്ളത്, ആര് മൂന്നാം സ്ഥാനത്തേക്ക് പോകും, രണ്ടാം സ്ഥാനത്തേക്ക് ആര് പോകും എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് കൊല്ലത്ത് പിന്നീടും വലിയ വിവാദങ്ങൾക്കടക്കം വഴിവെക്കുന്നതാണ്. സ്ഥാനാർത്ഥി ഇതാ പിന്നിൽ തന്നെയുണ്ട്. ഇങ്ങനെയുണ്ട് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ്. വളരെ സന്തോഷമാണ് ഇപ്പൊ ഈ അവസരം ഉള്ളത്. വിജയിക്കുമോ? 100% വിജയിക്കും. താമരക്കുളത്ത് അമ്മമാരാണ് എനിക്ക് പിന്നിലുള്ളത്, അല്ലാതെ പാർട്ടിക്കാരല്ല. ഈ വ്യത്യസ്തമായൊരു രീതി, അതായത് എപ്പോഴും വ്യത്യസ്തതയാണ് നമ്മൾ ചെയ്യുന്നത്. താമരക്കുളം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഒരു കൂടിച്ചേരലുള്ള സ്ഥലമാണ് താമരക്കുളം. അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. പ്രചരണത്തിനെല്ലാം എല്ലാം അമ്മമാരാണ്. താമരക്കുളത്തെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും താമരക്കുളം. മേയർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഡിവിഷനാണ്. മേയർ സ്ഥാനാർത്ഥിയല്ല, താമരക്കുളത്ത് ആവശ്യം ഒരു കൗൺസിലറെയാണ്, ജനപ്രതിനിധിയാണ്. താമരക്കുളത്ത് ഇന്ന് ഈ ഒട്ടകവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 11 മാസം താമരക്കുളത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉണ്ടായ സമയത്ത് പ്രതിഷേധം കൂടിയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയും ഇതിന്റെ ഈ കുടിവെള്ള ക്ഷാമത്തിനെതിരെ യാതൊരു മൗനത്തിലായിരുന്ന LDF UDF മുന്നണികൾക്കെതിരെയുള്ള പ്രതീക്ഷാസൂചകമായിട്ടാണ് അതിന്റെ ക്ഷാമത്തിന്റെ, കുടിവെള്ള ക്ഷാമത്തിന്റെ ഒരു പ്രതീകമാണ് ഈ ഒട്ടകവും. ഡിവിഷനിൽ BJP ജയിക്കുമോ? തീർച്ചയായും ജയിക്കും. ഈ കുടിവെള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. 11 മാസക്കാലം കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം നിന്ന് പ്രണവിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ അണിനിരുന്നത്. സജീവമായിട്ട് പ്രചരണത്തിനൊപ്പം പോവാണോ? ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രണവ് ജയിച്ച കൊല്ലം കോർപ്പറേഷൻ ആകെ ഒന്ന് ഇളവി മറിയും. അത്രയ്ക്ക് നല്ല അട്ടിമറി ഉണ്ടാവും. കൊല്ലം കോർപ്പറേഷൻ താമരക്കുളത്ത് അട്ടിമറിയാണ്. അതെ, ഞങ്ങളുടെ താമരക്കുളത്ത് താമര വിരിയും. കൊടിയൊന്നും ഇല്ലാത്ത രണ്ടുപേരും ഇരിക്കുന്നത് BJP-ക്കാരല്ലെന്ന് വളർന്നു വരട്ടെ, തലമുറയ്ക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി. അപ്പൊ കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ താമരക്കുളം ഡിവിഷൻ അട്ടിമറി ഉണ്ടാക്കും എന്നുള്ളതാണ് BJP അവകാശപ്പെടുന്നത്. എന്നാലും BJP-യുടെ ഈ പ്രചരണം ഈ ഡിവിഷനിൽ ഒരു പ്രതിഷേധം കൂടിയായി മാറുന്നുണ്ട്. അരുൺ രാജാണ് ഇപ്പോൾ കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങും ആവേശ കാഴ്ചകളാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം സമാപിക്കുന്നതിന്. സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് ഇപ്പോൾ. നാടും നഗരവും ഒക്കെ കുട്ടിക്കലാശാവേശത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.